വെറും 4 എപ്പിസോഡ് കൊണ്ട് മാത്രം വൺ ഓഫ് ദ കിഡിലം എക്സ്പീരിയൻസ് എന്ന ഒരു സൗത്ത് കൊറിയൻ സീരീസ് ആണ് ഡെഡ് ഗെയിം എന്ന് പറയുന്നത്. ഒരു കിഡിലം സീരീസ് ആണ്. പ്രസന്റേഷൻ ആയാലും ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും മേക്കിംഗ് ആയാലും ഓരോ സീൻസിന്റെ എക്സിക്യൂഷൻ ആയാലും അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് ആയാലും എല്ലാം അടിപൊളിയാണ്. നമ്മളിങ്ങനെ കണ്ടിരിക്കും. വെറും 4 എപ്പിസോഡ് മാത്രമേ റിലീസ് ആയിട്ടുള്ളൂ. ആ 4 എപ്പിസോഡും അത്രമാത്രം എൻഗേജിങ് ആണ്. ഈ ഒരു സീരീസിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു പയ്യൻ അവൻ ലൈഫ് മടുത്ത് അവന് ഇനി ജീവിക്കാൻ വയ്യ, അതായത് വെറുത്ത് പണ്ടാരമാണെങ്കിൽ ഡിപ്രഷന്റെ ഒക്കെ അങ്ങ് പോയി, ഇനി മരിച്ചാൽ മാത്രം മതി എന്നുള്ള സിറ്റുവേഷനിൽ ജീവിതവും വെറുത്ത് എല്ലാം വെറുത്ത് അവൻ സൂസൈഡ് ചെയ്യും. അവൻ സൂസൈഡ് ചെയ്ത് ഹെല്ലിലോട്ട് പോകുന്ന സമയത്ത് അവൻ അവിടെ വെച്ചിട്ട് അവൻ ഇത്രയും പുച്ഛിച്ചാണ് അല്ലെങ്കിൽ അവൻ ജീവിതത്തിന് വലിയ വിലയൊന്നും കൊടുക്കാതെയാണ് മരിച്ചത്. സോ അവിടെ പോകുമ്പോൾ ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ, അതായത് അവൻ ജീവിതത്തിന് എത്രമാത്രം വെറുത്ത് വന്നുകൊണ്ട് അവനൊരു പണിഷ്മെന്റ് കൊടുക്കും. ഈ പണിഷ്മെന്റ് എന്ന് പറയുന്നത് 12 ലൈഫ് ഉണ്ട് ഇവന്. ഈ 12 ലൈഫിൽ ഓരോ ലൈഫ് ഇവന് ജീവിക്കാം. പക്ഷെ ഈ 12 ലൈഫിലും ഓരോ ലൈഫിലും ഒരു ഡെത്ത് ഇവന് കാത്തിരിപ്പുണ്ട്. പക്ഷെ ആ ഒരു ഡെത്ത് ഇവൻ അവോയ്ഡ് ചെയ്ത് അതിൽ നിന്ന് ഓവർകം ചെയ്ത് വന്നാൽ ആ ലൈഫ് ഇവന് കണ്ടിന്യൂ ആയിട്ട് ജീവിക്കാം. അല്ല, ഇപ്പൊ ഫസ്റ്റ് ലൈഫ് അവൻ ചൂസ് ചെയ്ത് അവൻ പോയി, ആ ഫസ്റ്റ് ലൈഫിൽ അവൻ മരിച്ചു, എന്നാൽ അവൻ സെക്കൻഡിലോട്ട് പോകും. അല്ല, ഫസ്റ്റ് ലൈഫിൽ തന്നെ അവന്റെ ഡെത്തിനെ ഓവർകം ചെയ്ത പിന്നെ ലൈഫ് ലോങ് ഫുൾ അവൻ അവിടെ ജീവിക്കാം. സോ ഇതാണ് ഈ സീരീസിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത്ര അടിപൊളിയായിട്ടാണ് ഈ ഒരു സീരീസ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പ്രസന്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ഐറ്റമാണ്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഈ 12 ലൈഫും ഇവൻ സെയിം അല്ല. 12 ലൈഫിലും 12 ക്യാരക്ടേഴ്സ് ആണ്. 12 ക്യാരക്ടേഴ്സിന് 12 ജോലിയാണ്. പല തരത്തിലുള്ള ഡെത്ത് ആയിരിക്കും, അല്ലെങ്കിൽ പല തരത്തിലുള്ള ലൈഫ് സ്റ്റൈലൊക്കെ ആയിരിക്കും. അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എന്നാൽ ഒരു ഫീൽ പോകും. അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. ഒരു സീക്വൻസ് പോലും ബോർ അടിപ്പിക്കത്തില്ല. അത്ര എൻഗേജിങ് ആയിട്ട് അല്ലെങ്കിൽ അത്ര അടിപൊളിയായിട്ടാണ് ഓരോ കാര്യങ്ങളും. ഈ ഓരോ ക്യാരക്ടേഴ്സിന്റെ ലൈഫ് ഇപ്പൊ തന്നെ ഒരു 4 എപ്പിസോഡിൽ അവൻ കുറച്ച് ലൈഫൊക്കെ കടന്നു പോയിട്ടുണ്ട്. സോ ആ ലൈഫൊക്കെ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ അവിടെ പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മരിച്ച സമയത്തുള്ള ക്യാരക്ടറായിട്ടല്ലേ ഫസ്റ്റ് ലൈഫിൽ പോകുന്നു, അല്ലെങ്കിൽ സെക്കൻഡ് ലൈഫിൽ ലൈഫിലും ഓരോ ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ ആ ഓരോ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈലാണ്. പല ചേഞ്ചസും വരും, പല ആൾക്കാരായിട്ടാണ് ജീവിക്കുന്നത്, പല ഏരിയയിലാണ്, പല സിറ്റുവേഷൻസ് ആയിരിക്കും. സോ ഇതെല്ലാം ഫേസ് ചെയ്യണം. അതിൻ്റെ പോരാഞ്ഞിട്ട് ഇതൊരു പണിഷ്മെൻ്റ് ആണ് അവന്. അതായത് അവൻ ലൈഫ് വെറുത്ത് പോയിട്ട് തന്നെ ജീവിക്കണം എന്നുള്ളതാണ് അവൻ്റെ പണിഷ്മെൻറ്റ്. നമ്മളൊക്കെയാണ് ലൈഫ് വെറുത്ത് സൂസൈഡ് ചെയ്ത് പോകുമ്പോൾ നമ്മളോട് പറയാണ് നമുക്കൊരു 12 ലൈഫ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മൈൻഡ് എങ്ങനെയായിരിക്കും? ഞാൻ അറിയാതെ സൂസൈഡ് ചെയ്തു, സോ ഇനിയുള്ള 12 ലൈഫ് അടിപൊളിയായിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ വേറൊരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ എല്ലാം മടുത്ത് പണ്ടാരം അടങ്ങിയാണ് സൂസൈഡ് ചെയ്തത്. ഇനി അതേ ലൈഫ് പിന്നീട് പോയി ജീവിക്കാൻ പറയുകയാണെങ്കിൽ എന്തൊരു അവസ്ഥയായിരിക്കും. സോ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു ക്യാരക്ടർ പോകുന്നത്. ഈ ഒരു ക്യാരക്ടറിന്റെ പെർഫോമൻസും അല്ലെങ്കിൽ ആ ക്യാരക്ടർ പ്രസന്റേഷനും ഓരോ സിറ്റുവേഷൻസിൽ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതും അതിൽ നിന്ന് ഓവർകം ചെയ്യുന്നതും അല്ലെങ്കിൽ പല ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നതൊക്കെ അടിപൊളിയായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രസമാണ് കണ്ടിരിക്കാൻ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കാണുമ്പോഴും ബോറടിപ്പിക്കാതെ അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസ് നല്ല രീതിക്ക് തന്നെ ഹാൻഡിൽ ചെയ്ത് എവിടെ എങ്ങനെ എന്ത് പ്ലേസ് ചെയ്യണമെന്നൊക്കെ അടിപൊളിയായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സീരീസിന്റെ സ്ക്രീൻ പേയും മേക്കിങ്ങും VFX ആണ് ഒരു രക്ഷയില്ല. ഈ 3 ഡിപ്പാർട്ട്മെന്റും പൊളിയാണ്. ഒരു സീരീസാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു സീരീസ് എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റേഷൻസ് കാണും ആ ഒരു VFXലായാലും അതിൻ്റെ മേക്കിങ്ങിലായാലും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. കാണുന്ന ഓരോ ഓഡിയൻസിനും വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളതിൽ ഒരു കോംപ്രമൈസ് ഇവർ നടത്തിയിട്ടില്ല. കാരണം അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഒരു ഹെല്ലിൻ്റെ സീക്വൻസും അല്ലെങ്കിൽ ആ ഒരു ലൈഫ് കൊടുക്കുന്നതും ആ ഒരു 12 ലൈഫിൽ ഇയാൾ ചൂസ് ചെയ്ത് പോകുന്നതൊക്കെ ആ ഒരു VFX ഷോട്ട്സ് ഒക്കെ ആ ഒരു സീക്വൻസിൽ വേറെ ലെവലാണ്. കാരണം അത്ര നൈസായിട്ടാണ് ഓരോ കാര്യങ്ങളും. അനാവശ്യമായിട്ടുള്ള ഒന്നും തന്നെ ഒരു സീരീസിലില്ല. ആ ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയാണോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ POയിൽ എന്തൊക്കെ നടക്കും അല്ലെങ്കിൽ ആ ക്യാരക്ടർ എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത് ആ കാര്യങ്ങൾ മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അല്ലാതെ ആ ഒരു എപ്പിസോഡ് വലിച്ചു നീട്ടാൻ വേണ്ടിയിട്ട് ചുമ്മാ കുറേ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഓരോ എപ്പിസോഡിലും എന്താണ് ആവശ്യം അല്ലെങ്കിൽ ഓരോ സീക്വൻസ് ആയാലും സീനായാലും അവിടെ എന്താണ് പ്ലേസ് ചെയ്യേണ്ടതൊക്കെ അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു സീരീസാണ്. സോ എല്ലാവരും തീർച്ചയായിട്ടും കണ്ടു നോക്കുക. വൺ ഓഫ് ഒരു കിഡിലം എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഒരു സീരീസ് എന്ന് പറയുന്നത്. സോ ഓൾറെഡി ഈ ഒരു സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളെ റിവ്യൂസ് എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.